Hi viewers, today we are going to discuss about field study and differences between survey and field study. പലതരത്തിലുള്ള റിസർച്ചിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫീൽഡ് സ്റ്റഡിയെക്കുറിച്ചാണ്. അതിനുശേഷം സർവേയും ഫീൽഡ് സ്റ്റഡിയും തമ്മിലുള്ള ഡിഫറൻസസും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫീൽഡ് സ്റ്റഡീസ് ആർ സയൻറ്റിഫിക് എൻക്വയറീസ്. റിസർച്ച് എല്ലാം തന്നെയും നമ്മൾ നേരത്തെ ഒത്തിരി റിസർച്ചിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവയെല്ലാം തന്നെയും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡേറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാനോ ഒക്കെ ആവും. ഫീൽഡ് സ്റ്റഡിയും അതുപോലെ ഒരു സയൻറ്റിഫിക് എൻക്വയറിയാണ്. വളരെ ശാസ്ത്രീയപരമായിട്ട് വസ്തുതകൾ ശേഖരിക്കുന്ന ഒരു റിസർച്ചാണ് ഫീൽഡ് സ്റ്റഡി. ഇറ്റ് എയിംസ് അറ്റ് ഡിസ്കവറിങ് ദ റിലേഷൻഷിപ്പ് എമംഗ് ദ വേരിയബിൾസ്. ഫീൽഡ് സ്റ്റഡിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഓരോ പഠനത്തിനകത്തും ഉൾക്കൊണ്ടിട്ടുള്ള വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കാര്യമാണ്, ഡിമാൻഡിനെ പല വേരിയബിൾസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുമ്പോൾ, അതായത് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല വേരിയബിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുമ്പോൾ കമ്പനികൾക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനൊക്കെ സഹായകരമാണത്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തും എന്നുള്ളൊരു ചോദ്യത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രശ്നത്തിന് ഉത്തരമാണ് ഡിമാൻഡും വേരിയബിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുമ്പോൾ അതിനൊരു ഉത്തരം കിട്ടും. അപ്പോൾ ഇവിടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും മറ്റ് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ധാരാളം മറ്റ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. പ്രൈസ്, അതുപോലെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് കൺസ്യൂമേഴ്സ്, ഇൻകം, ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, ഇതെല്ലാം തന്നെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളുമാണ്. അപ്പോൾ ഇത്തരത്തിൽ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കുക എന്നുള്ളതാണ് ഫീൽഡ് സ്റ്റഡിയുടെ ഉദ്ദേശം. ഇങ്ങനെ ആ ഒരു വേരിയബിൾസ് ഏതൊരു പഠനത്തിനകത്തും ഉണ്ടാകാം. സാമൂഹികപരമായിട്ടുള്ള വിഷയത്തിലോ ഒരു ഓർഗനൈസേഷൻ്റെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യത്തിലോ എല്ലാം ഇത്തരത്തിലുള്ള വേരിയബിൾസ് ഉണ്ടാകും. അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ധാരാളം വേരിയബിൾസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നത്തിനെ കുറിച്ച് തന്നെ പഠിക്കാനായിട്ട് കഴിയും. Then it can be applied in social institutions and actual life situations like communities, organizations and educational institutions. ഫീൽഡ് സ്റ്റഡി നമുക്ക് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഉദാഹരണം, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ പർപ്പസിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്ന ഗ്രൂപ്പുകളാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫോർ എക്സാമ്പിൾ റിലീജിയൻ, പൊളിറ്റിക്കൽ പാർട്ടി, ഇതെല്ലാം സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇവയെക്കുറിച്ചൊക്കെ പഠിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫീൽഡ് സ്റ്റഡി ഉപയോഗിക്കാം. ഇനി അത് മാത്രവുമല്ല, കമ്മ്യൂണിറ്റീസ്, ഓർഗനൈസേഷൻ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവിടെയൊക്കെയുള്ള റിയൽ ലൈഫ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ, യഥാർത്ഥത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാം. ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ഫീൽഡ് സ്റ്റഡി ഉപയോഗിക്കാം. എ സോഷ്യൽ ഓർ institutional situation is selected and it can be applied in studying the attitudes, values, perceptions and behavior of individuals and groups. അപ്പോൾ ഫീൽഡ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫീൽഡ് സ്റ്റഡി എവിടെയെങ്കിലും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്തൊരു സ്ഥാപനമാണെങ്കിൽ അത് തിരഞ്ഞെടുക്കും. അതിനുശേഷം അവിടെ ഏതൊരു സിറ്റുവേഷനെ കുറിച്ചാണ് പഠിക്കേണ്ടുന്നത് അത് സെലക്ട് ചെയ്തുകൊണ്ട് അവിടെയുള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, പെർസെപ്ഷൻ, ബിഹേവിയർ, ഇതെല്ലാം പഠിക്കാം. ഉദാഹരണത്തിന് ഒരു ഓർഗനൈസേഷനാണ് തിരഞ്ഞെടുക്കുക എന്ന് വിചാരിക്കുക. ആ ഓർഗനൈസേഷനിൽ അതിനെക്കുറിച്ച് പഠിക്കണം. അവിടെ ഏതെങ്കിലും അവിടുത്തെ കോൺഫ്ലിക്റ്റിൻ്റെ റീസണോ
അല്ലെങ്കിൽ അവിടുത്തെ സക്സസിൻ്റെ റീസൺ എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്നിട്ട് അവിടെയുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ അവിടെയുള്ള ഗ്രൂപ്പ്സായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, വാല്യൂ, പെർസെപ്ഷൻ ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ശേഖരിക്കാം. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കാണും ഫീൽഡ് സ്റ്റഡി നടത്തുന്ന റിസർച്ചറിൻ്റെ കയ്യിൽ. ദെൻ അവരുടെ വാല്യൂസ്, അവരുടെ മൂല്യങ്ങൾ, അവരുടെ പെർസെപ്ഷൻ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ബിഹേവിയർ ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലാതെ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളിലോ എവിടെയെങ്കിലും ഒരു സിറ്റുവേഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫീൽഡ് സ്റ്റഡി നമുക്ക് ഉപയോഗിക്കാം. അവിടെ ചെന്ന് അവിടെയുള്ള ആൾക്കാരുടെ ഗ്രൂപ്പ്സിൻ്റെയൊക്കെയും ആറ്റിറ്റ്യൂഡും വാല്യൂസും പെർസെപ്ഷൻസും ബിഹേവിയറും എല്ലാം പഠിച്ചുകൊണ്ട് അവിടെയുള്ള സിറ്റുവേഷൻസിനെ കുറിച്ചും ഒരു റിസർച്ചർക്ക് പഠിക്കാനായിട്ട് കഴിയും. ഇനി ഫീൽഡ് സ്റ്റഡിയുടെ പ്രോസസ്സ്, എങ്ങനെയാണ് ഫീൽഡ് സ്റ്റഡി നടത്തപ്പെടുന്നതെന്ന് നോക്കാം. പ്രിലിമിനറി പ്ലാനിങ്. ഫീൽഡ് സ്റ്റഡി നടത്തുന്നതിന് മുൻപ് തന്നെയും ഒരു പ്ലാൻ തയ്യാറാക്കണം. അതൊരു ടെൻറ്റേറ്റീവ് പ്ലാനാണ്. ടെൻറ്റേറ്റീവ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഫീൽഡ് സ്റ്റഡി മുന്നോട്ട് പോകുന്തോറും ആ പ്ലാനിലൊരു വ്യത്യാസം വരുത്താം. പക്ഷേ അത് തുടങ്ങുന്നതിന് മുൻപേ ഒരു പ്ലാൻ തയ്യാറാക്കണം. ആ പഠനത്തിൻ്റെ സാധ്യത എന്താണ്, ഈ പഠനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഈ പഠനത്തിൻ്റെ ടൈം ഷെഡ്യൂൾ എന്താണ്, ഇത്തരം കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു പ്ലാൻ തയ്യാറാക്കണം. ഇനി അടുത്തതായി സ്കൗട്ടിംഗ് എക്സ്പെഡീഷൻ. സ്കൗട്ടിംഗ് എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞാൽ ഫീൽഡ് സ്റ്റഡി തുടങ്ങുന്നതിന് മുൻപേ തന്നെ വളരെ ഇൻഫോർമലായിട്ടും അതുപോലെ വളരെ ഒരു ഫ്രീ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊരു നിയമം ഒന്നും അനുസരിച്ചല്ലാതെ വെറുതെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനെയാണ് ഫ്രീ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പഠനം തുടങ്ങുന്നതിന് മുൻപ് തന്നെയും വളരെ ഇൻഫോർമലായിട്ടും ഒരു ഫ്രീ ഇൻവെസ്റ്റിഗേഷനും നടത്തണം. അതിനെയാണ് സ്കൗട്ടിംഗ് എക്സ്പെഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫീൽഡ് വർക്കേഴ്സാണ് എന്ന് പറഞ്ഞാൽ ആരാണോ ഡേറ്റ കളക്ട് ചെയ്യേണ്ടുന്നവർ. റിസർച്ചർ തന്നെ നേരിട്ട് പോയി ഡേറ്റ കളക്ട് ചെയ്യണമെന്നില്ല. റിസർച്ചർക്ക് ആ ജോലി ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കാം. അവരാണ് ഫീൽഡ് വർക്കേഴ്സ്. അപ്പോൾ അവരാണ് അത് ചെയ്യേണ്ടുന്നത്. വളരെ ഇൻഫോർമലായിട്ടും വലിയ നിയമങ്ങളൊന്നുമില്ലാതെ സാധാരണഗതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. അത് ഫീൽഡ് വർക്കേഴ്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാകും. അവരിപ്പോൾ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചോ അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു സ്ഥാപനത്തിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവരിലേക്ക് എത്തും. അവർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. യഥാർത്ഥത്തിൽ ഈ സ്കൗട്ടിംഗ് എക്സ്പെഡീഷൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആ പഠനത്തിനകത്ത് ഉൾക്കൊണ്ടിട്ടുള്ള വേരിയബിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതുകൂടെയാണ്. ഇങ്ങനെ വളരെ ഇൻഫോർമലായിട്ട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴായിരിക്കും ആ ഒരു പഠന വിഷയത്തിനകത്ത് വരുന്ന ധാരാളം വേരിയബിൾസ് മനസ്സിലാകുന്നത്. അപ്പം അത് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ ഇൻഫോർമലായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് നടത്താം. ചില ഇൻഫോർമൽ ലീഡേഴ്സുമായിട്ട് നമുക്ക് സംസാരിക്കാം. അതുപോലെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സ്, ദെൻ ഒരു പ്രത്യേക ലൊക്കാലിറ്റിയിൽ താമസിക്കുന്ന നല്ല നോളജബിളായിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു പഠിക്കാൻ പോകുന്നത് ഏതൊരു വിഷയമാണോ, ഏതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണോ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിനെ കുറിച്ചാണോ പഠിക്കാൻ പോകുന്നത്, അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രശ്നമാണോ പഠിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു സാമാന്യമായിട്ടുള്ളൊരു ധാരണ ഈ സ്കൗട്ടിംഗ് എക്സ്പെഡീഷനിലൂടെ ലഭ്യമാകും. അതിനെയാണ് നമ്മൾ സ്കൗട്ടിംഗ് എക്സ്പെഡീഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായി ഫോർമുലേഷൻ ഓഫ് ദ റിസർച്ച് ഡിസൈൻ. ഈ സ്കൗട്ടിംഗ് എക്സ്പെഡീഷൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പഠനം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഡിസൈൻ ചെയ്യണം. അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കണം.
അപ്പോൾ ഇവിടെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ നമ്മുടെ പഠനത്തിൻ്റെ ഒരു ഏരിയ എവിടെയാണ്, അതെവിടെ ലിമിറ്റ് ചെയ്യണം, ആരിൽ നിന്നൊക്കെ ഡേറ്റ കളക്ട് ചെയ്യണം, ഏതൊക്കെ ടൂൾസ് ഉപയോഗിച്ച് ഡേറ്റ കളക്ട് ചെയ്യണം, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ റിസർച്ച് ഡിസൈനിൽ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ തീരുമാനിച്ചിരിക്കണം. അതിനെയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതിന്. ഈ റിസർച്ച് ഡിസൈനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് പിന്നീട് പഠിക്കും. അടുത്തതായി പ്രീ ടെസ്റ്റിംഗ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഇനി ഈ റിസർച്ച് ഡിസൈൻ അതിനോടനുബന്ധിച്ച് തന്നെയും നമ്മൾ എങ്ങനെയാണ് ഇൻ്റർവ്യൂ ചെയ്യേണ്ടുന്നത്, ഏതെല്ലാം രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസൊക്കെ നമ്മൾ ഉപയോഗിക്കണം, എങ്ങനെയാണ് ഈ ഫീൽഡ് സ്റ്റഡിയുടെ ഒരു പ്രൊസീജിയർ ഇതിനെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം പ്രീ ടെസ്റ്റ് ചെയ്യണം. പ്രീ ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരെ എടുത്തിട്ട് അവർക്കിടയിൽ ആ തയ്യാറാക്കിയ ക്വസ്റ്റ്യനെയറും അതുപോലെ ആ തയ്യാറാക്കിയ ഇൻ്റർവ്യൂ ഷെഡ്യൂള് അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യിപ്പിക്കുന്നതാണ്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ റിസർച്ച് നടത്തേണ്ടതാണ്, അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻ്റർവ്യൂ ആയിരിക്കാം, ചിലപ്പോൾ ക്വസ്റ്റ്യനെയർ ആയിരിക്കാം, ചിലപ്പോൾ രണ്ടും ഒരുപോലെ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നേക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതെല്ലാം നേരെ ഫീൽഡ് സ്റ്റഡിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ റിസർച്ച് ഡിസൈൻ നമ്മളിതെല്ലാം പ്ലാൻ ചെയ്തു, പക്ഷെ പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, അതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ഇൻ്റർവ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനെയർ കൊടുത്ത് അവരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കുകയോ ചെയ്യണം. നമുക്കത് മനസ്സിലാകും ഇത് ഈ ക്വസ്റ്റ്യനെയർ ഇൻ്റർവ്യൂ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന്. ഇവിടെ ഞാൻ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്നാണ് പറഞ്ഞത്. ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, ആ ഡേറ്റ കളക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർഗം, അതിനെയാണ് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും ക്വസ്റ്റ്യനെയർ തന്നെയാണ്. ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ ശേഖരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കും. ആ ക്വസ്റ്റ്യനിലൂടെയാണ് നമ്മൾ വിവരശേഖരണം നടത്തുന്നത്. അതിനെയാണ് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ആ ക്വസ്റ്റ്യനെയർ നമ്മൾ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് മികച്ചതാണോ എന്നറിയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫീൽഡ് സ്റ്റഡി തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഈ പ്രീ ടെസ്റ്റിങ് ചെയ്യുന്നത്. ഇനി അതുപോലെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഫീൽഡ് സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്നത്, അതിനെയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആ ഫീൽഡ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ കളക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത മെത്തേഡ്, ആ ടൂൾ, അതും പ്രൊസീജിയർ ഫീൽഡ് സ്റ്റഡി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അപ്പോൾ അതൊക്കെ തീരുമാനിച്ചതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും പോരായ്മകളോ മറ്റോ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രീ ടെസ്റ്റിങ് നടത്തുന്നത്. കുറച്ച് പേരെ തിരഞ്ഞെടുത്തിട്ട് അവരോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ റിസർച്ചർക്ക് മനസ്സിലാകും ആ ഒരു ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് മികച്ചതാണോ, അതിനകത്ത് കറക്ഷൻസ് എന്തെങ്കിലും വേണമോ എന്നൊക്കെ. അടുത്തതായി ഫീൽഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് ഫുൾ സ്കെയിൽ ഫീൽഡ് ഓപ്പറേഷൻ, അതായത് ഫീൽഡിൽ ചെന്ന് ഡേറ്റ കളക്ട് ചെയ്യുവാനായിട്ട് തുടങ്ങിയാണ്. അതാണ് ഫീൽഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ കളക്ട് ചെയ്യേണ്ടുന്നത് ഫീൽഡ് വർക്കേഴ്സാണ്. അവരെ സംബന്ധിച്ച് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ജോബ് തന്നെയാണിത്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ പറഞ്ഞതുപോലെ ഡേറ്റ എല്ലാവരും തരണമെന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ റെസ്പോണ്ടൻറ്റ് മറുപടി പറയണമെന്നില്ല. ആ റെസ്പോൺസസ് ഒന്നും തന്നെയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നില്ല. അവർ മറുപടി ഒന്നും പറയത്തില്ല. അപ്പോൾ അത്തരത്തിലാണ് നോൺ കോപ്പറേഷനാണത്. മറുപടി പറയാൻ അവർക്ക് ആഗ്രഹമില്ല. സാധാരണഗതിയിൽ ഫീൽഡ് വർക്കേഴ്സ് നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഫീൽഡ് വർക്കർ അതുകൊണ്ട് തന്നെയും ഏത് വിഷയത്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത് അവിടെയുള്ള എല്ലാവരുടെയും കോപ്പറേഷൻ
അവരെ എല്ലാവരും ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ രീതിയിൽ അവരെ തയ്യാറാക്കണം. ആ രീതിയിലായിരിക്കണം അവരോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടുന്നത്. പലരും പല സ്വഭാവക്കാരായിരിക്കും. അപ്പോൾ ആ ഓരോ രീതിയിലും ഉള്ളവരെ അവരുടെ സ്വഭാവ രീതികൾ അല്ലെങ്കിൽ അവരുടെ ഒരു അപ്രോച്ച് അനുസരിച്ചിട്ട് വേണം അവരിലോട് ചോദ്യങ്ങൾ ചോദിക്കുവാനും അവരിൽ നിന്നും റെസ്പോൺസസ് കളക്ട് ചെയ്യുവാനും. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ തന്നെയും പല വിധത്തിലുള്ള ആൾക്കാരുണ്ടാകും. ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അപ്പോൾ അതിനെ മനസ്സിലാക്കി വേണം ഡേറ്റ കളക്ട് ചെയ്യാൻ. അടുത്തതായി അനാലിസിസ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ ധാരാളം ഡേറ്റ കളക്ട് ചെയ്യുമല്ലോ ഫീൽഡ് വർക്കേഴ്സ്. അവർ പല മാർഗത്തിലൂടെയും ഡേറ്റ കളക്ട് ചെയ്യും. ഒബ്സർവേഷനിലൂടെയും ഇൻ്റർവ്യൂവിലൂടെയും ക്വസ്റ്റ്യനെയർ അവർക്ക് നൽകുന്നതിലൂടെയും ഒക്കെയും ധാരാളം ഡേറ്റ കളക്ട് ചെയ്യും. പിന്നെ കളക്ട് ചെയ്ത ഡേറ്റ അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ റിസർച്ച് ആകില്ലല്ലോ. അതിനെ അനലൈസ് ചെയ്യണം. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അനലൈസ് ചെയ്യണം. ആ പഠനത്തിലുടനീളം പല രീതിയിലുള്ള വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യും. ആ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കുക എന്നുള്ളതാണ് ഫീൽഡ് സ്റ്റഡിയുടെ ഉദ്ദേശം തന്നെയും. അപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്മ്യൂണിറ്റിയിൽ ഇൻകവും അവരുടെ പർച്ചേസും തമ്മിൽ ഏത് രീതിയിൽ റിലേറ്റഡ് ആണ്, ഇൻകവും അവരുടെ ലൈഫ് സ്റ്റൈലും തമ്മിൽ ഏത് രീതിയിൽ റിലേറ്റഡ് ആണ്. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ അതാണ് പഠിക്കുന്നതെങ്കിൽ ഇതൊക്കെ വേരിയബിൾസ് ആണ്. അപ്പോൾ ഈ വേരിയബിൾസിൻ്റെ എല്ലാം റിലേഷൻഷിപ്പ് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുകയുള്ളൂ, നമ്മുടെ ചോദ്യത്തിനൊരു ഉത്തരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ കളക്ട് ചെയ്ത ഡേറ്റയെല്ലാം അനലൈസ് ചെയ്യണം. വിശകലനം ചെയ്ത് കഴിയുമ്പോൾ ഈ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാകും. ഇൻകവും ലൈഫ് സ്റ്റൈലും എങ്ങനെ റിലേറ്റഡ് ആണ്, ഇൻകവും പർച്ചേസിങ് പവറും ഏത് തമ്മിൽ റിലേറ്റഡ് ആണ്, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാകും. It is possible to maintain continued observation. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഒബ്സർവേഷൻ ഫീൽഡ് സ്റ്റഡിയുടെ കേസിൽ പോസിബിളാണ്. കാരണം ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലാണ് നമ്മൾ ഈ ഫീൽഡ് സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ അത്രയും കാലയളവിൽ ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലായിക്കൊള്ളട്ടെ, ആ ഓർഗനൈസേഷനിലായിക്കൊള്ളട്ടെ, എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്, ഇതിനെല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ഇൻ്റർവ്യൂ നടത്തിയാണെങ്കിൽ, നമ്മൾ ക്വസ്റ്റ്യനെയർ നൽകിയിട്ടാണെങ്കിലും ഒപ്പം നമ്മളുടെ ഒരു ഒബ്സർവേഷനും കൂടെ അവിടെ പോസിബിളാണ്. അങ്ങനെ ഒബ്സർവേഷനിലൂടെ നമുക്ക് അവിടെ ഓരോ വേരിയബിളും ഏത് രീതിയിൽ റിലേറ്റഡ് ആണ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതായി, ഫീൽഡ് സ്റ്റഡി പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റി ഫോർ ഡയറക്റ്റ് ഒബ്സർവേഷൻ of interaction and social relationships in their natural occurrence. ഫീൽഡ് സ്റ്റഡിയുടെ മറ്റൊരു പ്രത്യേകത, നേരിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് അവിടുത്തെ ഇൻട്രാക്ഷനൊക്കെ എങ്ങനെയാണ്, പല വേരിയബിൾസും എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്, അവ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ഏത് രീതിയിലാണ്, അവിടുത്തെ സോഷ്യൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അത് ആ നാച്ചുറൽ സെറ്റിങ്ങിൽ തന്നെ സാധിക്കും. കൃത്രിമമായിട്ടാവണമെന്നില്ലല്ലോ. ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനെ മാറി നിന്ന് നിരീക്ഷിക്കുമ്പോൾ അവിടെ എന്താണോ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ നിരീക്ഷണത്തിൽ ഉൾപ്പെടുന്നത്. ഇപ്പം നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ ചെന്നിട്ട് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അവിടെ എന്താണോ സ്വാഭാവികമായിട്ടുള്ളത് അതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലൊരു നാച്ചുറൽ ഒക്കറൻസിൽ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡയറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇൻട്രാക്ഷൻ സംഭവിക്കുന്നത്, എങ്ങനെയാണ് അവിടുത്തെ സോഷ്യൽ റിലേഷൻഷിപ്പ്, ഇതൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കും. അടുത്തതായി, ഇൻ ഫീൽഡ് സ്റ്റഡി ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് യൂസിങ് മൾട്ടിപ്പിൾ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഏതൊരു ടൂൾ ഉപയോഗിച്ചിട്ടാണോ ഡേറ്റ കളക്ട് ചെയ്യുന്നത്, വിവരങ്ങൾ ശേഖരിക്കുന്നത്, അതിനെയാണ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഏറ്റവും പോപ്പുലർ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനെയർ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഫീൽഡ് സ്റ്റഡിയിൽ പോസിബിളാണ്. നമുക്ക് ഒബ്സർവേഷൻ സാധ്യമാണ്, ഇൻ്റർവ്യൂ സാധ്യമാണ്. ക്വസ്റ്റ്യനെയർ തന്നെ വേണമെന്നില്ല, പക്ഷേ ഇൻ്റർവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു ക്വസ്റ്റ്യനെയറിൻ്റെ സഹായം അവിടെ ആവശ്യമാണ്.
അപ്പോൾ ഇത്തരത്തിൽ ഒരേ സമയത്ത് ഒബ്സർവേഷനും ഇൻ്റർവ്യൂവും അതുപോലെ ക്വസ്റ്റ്യനെയറും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റ കളക്ട് ചെയ്യാൻ അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അടുത്തതായി ഫീൽഡ് സ്റ്റഡി പെർമിറ്റ്സ് ടു കളക്ട് വേരിയസ് വ്യൂ പോയിൻറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് ഹയറാർക്കി ലെവൽസ്. നമ്മളൊരു ഓർഗനൈസേഷനിൽ ചെല്ലുകയാണെങ്കിലും അവിടെയുള്ള എല്ലാ ഹയറാർക്കി ലെവലുണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, അതിന് ഹയറാർക്കി ലെവൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഹയറാർക്കി ലെവൽസിലുള്ള എല്ലാവരോടും ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിനോട്, മിഡിൽ ലെവൽ എക്സിക്യൂട്ടീവ്സിനോട്, ലോവർ ലെവൽ എക്സിക്യൂട്ടീവ്സിനോട്, ടോപ്പ് ലെവൽ മാനേജേഴ്സ്, മിഡിൽ ലെവൽ മാനേജേഴ്സ്, ലോവർ ലെവൽ മാനേജേഴ്സ്. അപ്പോൾ അവരോടെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും, വർക്കേഴ്സിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. അപ്പോൾ ഒറ്റ ഒരു ഫീൽഡ് സ്റ്റഡിയിലൂടെ ഹയറാർക്കി ലെവൽസ് പലതുണ്ടെങ്കിൽ അവിടെ എല്ലാം ഉൾക്കൊള്ളുന്ന ആൾക്കാരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കും. ഇനി അടുത്തതായി ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ യൂസ് ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിപെൻഡൻറ്റ് മെഷേഴ്സ്, ദാറ്റ് ഈസ് ഇൻ്റർവ്യൂയിങ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ. നേരത്തെ പറഞ്ഞതുപോലെ പല തരത്തിലുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ ഒരു ഓർഗനൈസേഷനിൽ പല ഹയറാർക്കി ലെവലിൽ ഉള്ള ആൾക്കാരോട് ചോദ്യം ചോദിക്കാമെന്നുണ്ടെങ്കിൽ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ ഹയറാർക്കി ലെവലല്ലല്ലോ, അവിടെ പലതരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, നമ്മൾ ഓർഗനൈസേഷനിലാണ് ഹയറാർക്കി ലെവൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ പല തരത്തിലുള്ള ആൾക്കാരെ പലതരത്തിലുള്ള മെഷേഴ്സ്, പലതരത്തിലുള്ള അളവുകോലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അവരോടെല്ലാം ഒരേപോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ല. ഒരേ തരത്തിലുള്ള ചോദ്യങ്ങൾ, പല തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കാം അവരോട് ചോദിക്കേണ്ടി വരിക. എന്നാലേ അവരിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ പല മെഷേഴ്സ്, പല മാർഗങ്ങൾ ഉപയോഗിച്ച് പല തരത്തിലുള്ള ക്വസ്റ്റ്യനെയർ ആകാം, പല രീതിയിൽ ഇൻ്റർവ്യൂ ആകാം, പല രീതിയിലുള്ള ഒബ്സർവേഷൻ ആകാം, അതെല്ലാം നടത്തിയിട്ട് നമുക്ക് പല രീതിയിലുള്ള ആൾക്കാർ, ഒരു കമ്മ്യൂണിറ്റിയിൽ പല രീതിയിലുള്ള ആൾക്കാർ കാണും. അപ്പോൾ അവരിൽ നിന്നെല്ലാം ഡേറ്റ കളക്ട് ചെയ്യാൻ സാധ്യമാണ്. യൂസസ് ഓഫ് ഫീൽഡ് സ്റ്റഡി. ഇറ്റ് ഗീവ്സ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സർവേ ഫൈൻഡിങ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർവേ എന്താണെന്ന് പഠിച്ചതാണ്. സർവേയിലൂടെ ധാരാളം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു പോപ്പുലേഷൻ്റെയോ അല്ലെങ്കിൽ ആ പോപ്പുലേഷൻ്റെ മൊത്തം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും ഒരു സാമ്പിളിനെ എടുത്തിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ഇതെല്ലാം സർവേ മെത്തേഡിൽ നമ്മൾ പഠിച്ചതാണ്. സർവേ മെത്തേഡിൽ അപ്പോൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിഗമനത്തിലെത്തുന്നു. പക്ഷേ ആ കളക്ട് ചെയ്ത ആരിൽ നിന്നാണ് ആ വിവരങ്ങളെല്ലാം കളക്ട് ചെയ്തത്, അപ്പോൾ അവരെക്കുറിച്ച് കുറച്ചും കൂടെ നന്നായിട്ട് അവരുടെ പ്രോബ്ലംസൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫീൽഡ് സ്റ്റഡിയാണ് മികച്ചത്. അപ്പോൾ സർവേയിലൂടെ കളക്ട് ചെയ്ത വിവരങ്ങളെ കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫീൽഡ് സ്റ്റഡി കണ്ടക്ട് ചെയ്യാം. അടുത്തതായി ദ ഫൈൻഡിങ്സ് ഓഫ് ഫീൽഡ് സ്റ്റഡി ഹെൽപ്സ് ടു പ്രൂവ് ഹൈപ്പോത്തസിസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു റിസർച്ച് തുടങ്ങുന്നതിന് മുൻപേ തന്നെ അസംഷൻസ് റെഡിയാക്കും, കുറച്ച് അസംഷൻസ് ഫോർമുലേറ്റ് ചെയ്യും. ആ അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് റിസർച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയും. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ മോട്ടിവേഷൻ ലെവലിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ആ റിസർച്ചിലൊരു അസംഷൻ സെറ്റ് ചെയ്യും. ആ ഒരു ഓർഗനൈസേഷനിൽ മോട്ടിവേഷൻ ലെവൽ വളരെ ഉയർന്നതാണ്, അല്ലെങ്കിൽ അവിടുത്തെ മോട്ടിവേഷൻ ലെവൽ കുറവാണ്. ഇതാണ് അസംഷൻ. അതിനെ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് റിസർച്ചർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു റിസർച്ചർ തയ്യാറാക്കുന്ന ഫോർമുലേറ്റ് ചെയ്യുന്ന ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട്, പ്രൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ടും ഫീൽഡ് സ്റ്റഡി ഉപയോഗിക്കാം. ഫീൽഡ് സ്റ്റഡിയിലൂടെ ഹൈപ്പോത്തസിസ് ശരിയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫീൽഡ് സ്റ്റഡിയെ ഉപയോഗിക്കാം. അടുത്തതായി ഫീൽഡ് സ്റ്റഡീസ് ആർ യൂസ്ഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് റിലയബിലിറ്റി ഓഫ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡി. ഇനി അടുത്തതായി എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഒരു
കാര്യത്തിനെക്കുറിച്ച് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പൊക്കെ പഠിക്കുവാൻ വേണ്ടിയിട്ട് എക്സ്പെരിമെൻ്റ് ഉപയോഗിക്കുകയാണ് അവിടെ. അപ്പോൾ അത് കറക്റ്റാണോ, അതിന് റിലയബിലിറ്റി ഉണ്ടോ, അതിനൊരു വിശ്വസതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുവാനും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീൽഡ് സ്റ്റഡി കണ്ടക്ട് ചെയ്യാം. അതാണ് യൂസ്ഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് റിലയബിലിറ്റി ഫോർ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി. എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾക്ക് ഒന്നും കൂടെ റിലയബിലിറ്റി, ഒന്നും കൂടെ ഒരു വിശ്വാസ്യത കൈവരുത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതേ വിഷയത്തിന്മേൽ ഒരു ഫീൽഡ് സ്റ്റഡി നടത്താം. അടുത്തതായി ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ ഫർദർ എക്സ്പെരിമെൻറ്റേഷൻ. വീണ്ടും ഫീൽഡ് സ്റ്റഡിയിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ ശരിയാണോ എന്ന് പ്രൂവ് ചെയ്യുവാൻ എക്സ്പെരിമെൻറ്റേഷനും പിന്നീട് ചെയ്യുക. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ. ഒന്നാമതായിട്ട് എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിലൂടെ കണ്ടുപിടിച്ച കാര്യങ്ങളുടെ വിശ്വാസ്യത, റിലയബിലിറ്റി ഉറപ്പുവരുത്താൻ ഫീൽഡ് സ്റ്റഡി നടത്താം. ഇനി തിരിച്ച് ഫീൽഡ് സ്റ്റഡിയിലൂടെ കണ്ടുപിടിച്ച ചില കാര്യങ്ങൾ അതിനെ നമുക്ക് എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയും നടത്താം. അപ്പോൾ ചില ഫീൽഡ് സ്റ്റഡിയിലൂടെ നമ്മൾ ചില വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ അത് ആ ഫീൽഡ് സ്റ്റഡി കൊണ്ട് തന്നെ അത് മതിയാകില്ല, അതിനകത്തൊരു എക്സ്പെരിമെൻറ്റും കൂടെ പഠനം നടത്തിയെങ്കിലേ ശരിയാകൂ എന്ന് റിസർച്ചർക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു ഫീൽഡ് സ്റ്റഡിയിലൂടെ കണ്ടെത്തിയ ചില പ്രത്യേക ആസ്പെക്ട്സ്, ചില പ്രത്യേക കാര്യങ്ങളെ നമുക്ക് എക്സ്പെരിമെൻ്റൽ സ്റ്റഡിക്കും ഉപയോഗിക്കാമെന്ന് വെച്ചാൽ അത് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ല, എക്സ്പെരിമെൻറ്റും കൂടെ നടത്തി അതിനെ അങ്ങ് പ്രൂവ് ചെയ്യുകയാണ്. അപ്പോൾ തിരിച്ചും മറിച്ചും സാധ്യമാണ്. എക്സ്പെരിമെൻറ്റിലൂടെ കണ്ട കാര്യങ്ങളുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തുവാൻ ഫീൽഡ് സ്റ്റഡിയും കണ്ടക്ട് ചെയ്യാം. ഇനി ഫീൽഡ് സ്റ്റഡിയിലൂടെ കണ്ടുപിടിച്ച ചില കാര്യങ്ങളെ നമുക്ക് എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിലൂടെയും കൂടെ ഒന്നും കൂടെ അത് പ്രൂവ് ചെയ്യാം. The limitations of field study. It is weaker than experimental research. നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്രത്തോളം മികച്ചതല്ല ഫീൽഡ് സ്റ്റഡി. ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീൽഡ് സ്റ്റഡി വളരെ പ്രയോജനപ്രദമാണ്. കുറേയേറെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുവാനും, അതായത് ഒരു ഫീൽഡ് സ്റ്റഡിയിലൂടെ പല ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും പല വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുവാനും അതിനൊക്കെ നമുക്ക് ഫീൽഡ് സ്റ്റഡി ഉപയോഗിക്കും. പക്ഷേ എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെൻ്റ് നടത്തി പ്രൂവ് ചെയ്യുകയാണ്. അപ്പോൾ അതിനോളം ഒരു അക്യുറസി ഫീൽഡ് സ്റ്റഡിക്ക് ഇല്ല. നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോഴാണ് അത് എക്സ്പെരിമെൻ്റൽ റിസർച്ചിനോളം അക്യുറസി ഇല്ല, കൃത്യതയില്ല. കാരണം എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് വെച്ചാൽ നമ്മളൊരു വേരിയബിളിനെ തിരഞ്ഞെടുത്ത് ആ വേരിയബിളിനെ മറ്റ് വേരിയബിൾസ് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊരു എക്സ്പെരിമെൻ്റ് നടത്തി തന്നെയാണ് പഠിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. പല വേരിയബിൾസിൻ്റെയും റിലേഷൻഷിപ്പ് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചും വെറുതെ ഉള്ളൊരു ഒബ്സർവേഷൻ ഉണ്ടല്ലോ, നിരീക്ഷണത്തിലൂടെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. അടുത്തതായി ദ ഫീൽഡ് സിറ്റുവേഷൻ ഓൾവേസ് ഹാസ് ചേഞ്ചിങ് വേരിയബിൾസ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ ഏതൊരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിലും ഒരു ഓർഗനൈസേഷനാണെങ്കിലും ആ വേരിയബിൾസ് എപ്പോഴും ഒരേപോലെ ആയിരിക്കത്തില്ല. വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പും മാറിക്കൊണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ജോബ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു എംപ്ലോയിയുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും ഒരേ തരത്തിലുള്ള വേരിയബിൾസുമായിട്ട് റിലേറ്റഡ് ആവണമെന്നില്ല, അതിന് വ്യത്യാസം വരും. മോട്ടിവേഷനും അതുപോലെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ വേരിയബിൾസ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ സെയിൽസ്, പ്രോഫിറ്റ്, ഇതൊക്കെ എപ്പോഴും ഒരേ വേരിയബിൾസുമായിട്ട് റിലേറ്റ് ചെയ്യണമെന്നില്ല, ആ വ്യത്യാസം വരും. അപ്പോൾ അത്തരത്തിൽ വ്യത്യാസം വരുമ്പോൾ ഫീൽഡ് സ്റ്റഡി ഒരു പ്രത്യേക കാലയളവിൽ മാത്രമാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ ഒരു കാലയളവിൽ ഇത്രയേറെ വേരിയബിൾസ്, മാറി മാറി വരുന്ന വേരിയബിൾസിനെ കുറിച്ച് പഠിക്കാൻ സാധ്യമല്ല. അടുത്തതായി ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കീപ്പ് എക്സ്ട്രേനിയസ് വേരിയബിൾസ് കോൺസ്റ്റൻറ്റ്. നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും വേരിയബിളിനെ
റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ വേരിയബിൾ ആയിരിക്കും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പക്ഷേ എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും അല്ലാതെ പുറത്തു നിന്നും ചില വേരിയബിൾസ് ഇൻഫ്ലുവൻസ് ചെയ്യും ചില ഫാക്ടേഴ്സിനെ, ചില സിറ്റുവേഷനെ. ഉദാഹരണത്തിന് നമുക്ക് ഡിമാൻഡും പ്രൈസും തന്നെ എടുക്കാം. ഇവിടെ നമുക്കറിയാം ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് പ്രൈസ്. പക്ഷേ ഇവയല്ലാതെ റിസർച്ച് ചെയ്യുന്ന വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പുറത്തു നിന്നുള്ള ചില വേരിയബിൾസും കൂടെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഉദാഹരണത്തിന് ടാക്സ്, ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് പോളിസീസ്, ഇത്തരം കാര്യങ്ങൾ ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഇതൊന്നും നിയന്ത്രിക്കാൻ റിസർച്ചർക്ക് സാധ്യമല്ല. ഇവയാണ് നമ്മൾ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ റിസർച്ചിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പുറത്തു നിന്നുള്ള ചില വേരിയബിൾസും കൂടെ ഒരു പഠനത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിന് അല്ലെങ്കിൽ ആ പഠനത്തിനകത്ത് ഏത് വേരിയബിളാണോ ഉള്ളത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അവയാണ് നമ്മൾ എക്സ്ട്രേനിയസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ മുൻപൊരു എക്സാമ്പിൾ പഠിച്ചു. ഒരു ഫെർട്ടിലൈസർ മേക്കിംഗ് കമ്പനി അതിൻ്റെ മികവ് അറിയുവാൻ വേണ്ടിയിട്ട് ഒരു അഗ്രികൾച്ചർ പ്ലോട്ടിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് ഫെർട്ടിലൈസർ ഇടുകയും മറ്റൊരു ഭാഗത്ത് അത് ഇല്ലാതെയും കൃഷി ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രേനിയസ് ഫാക്ടറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ക്ലൈമാറ്റിക് ചേഞ്ചസ് അതിനെ കൺട്രോൾ ചെയ്യുവാനായിട്ട് റിസർച്ചർക്ക് കഴിയുകയില്ല. അപ്പോൾ അത് പഠനത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ആ ഹാർവസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ചർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പുറത്തു നിന്നുള്ള വേരിയബിളാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ. അപ്പോൾ അത്തരം വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് പഠിക്കുവാൻ ഫീൽഡ് സ്റ്റഡിക്ക് സാധ്യമല്ല. അവരെന്താണോ കാണുന്നത് മാത്രമേ അവർക്ക് ഒബ്സർവ് ചെയ്ത് പഠിക്കുവാൻ സാധ്യമുള്ളൂ. എക്സ്ട്രേനിയസ് വേരിയബിൾസിനെ കോൺസ്റ്റൻ്റ് ആക്കി അതിനെയും കൂടെ നിയന്ത്രിച്ച് വെച്ച് വേരിയബിൾസിനെ പഠിക്കുവാൻ സാധ്യമല്ല. അടുത്തതായി ലാക്ക് ഓഫ് പ്രിസിഷൻ ഇൻ ദ മെഷർമെൻറ്റ്. ഇവിടെ ലാക്ക് ഓഫ് പ്രിസിഷൻ ഇൻ ദ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം, അതിൻ്റെ താഴെ കുറച്ച് ഓപ്ഷൻസ്, അങ്ങനെ കുറേയേറെ ചോദ്യങ്ങളും അതിൻ്റെ താഴെ കുറച്ച് ഓപ്ഷൻസും നൽകും. അങ്ങനെയാണ് ക്വസ്റ്റിനെയർ തയ്യാറാക്കി ഫീൽഡ് സ്റ്റഡി നടത്തുന്നത്. അങ്ങനെ രീതിയുണ്ട്. പിന്നെ ഒബ്സർവേഷനിലൂടെ നമ്മൾ നേരത്തെ കണ്ടു, കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്ത് ആ ഓപ്ഷൻസിന് ഒരു വാല്യൂ കൊടുക്കും. അതിനുശേഷം ആ വാല്യൂസിനെ വെച്ചിട്ടാണ് ഇതിനെ അനലൈസ് ചെയ്യുന്നത്. മെഷർമെൻറ്റിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. ഒരു മൊഡ്യൂൾ തന്നെയുണ്ട് സ്കെയിലിംഗ് ആൻഡ് മെഷർമെൻറ്റിനെ കുറിച്ച്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ക്വസ്റ്റ്യൻ്റെയും ഒരു ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻസിനെല്ലാം ഒരു വാല്യൂസും പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് പിന്നെ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയറിനകത്ത് ഡേറ്റ അനലൈസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫീൽഡ് സ്റ്റഡിയുടെ കാര്യത്തിൽ ഒബ്സർവേഷനിലൂടെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നമ്മൾ ഏത് രീതിയിലാണ് അതിനെ മെൻഷൻ ചെയ്യുന്നത്, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒബ്സർവേഷനിലൂടെ കാണുന്ന കാര്യങ്ങളെ നമ്മൾ ഏത് രീതിയിലാണ് നോട്ട് ചെയ്ത് വെക്കുന്നത്, അപ്പോൾ അതിനെങ്ങനെ നമ്മൾ വാല്യൂസ് കൊടുക്കും, അതൊരു ചോദ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒബ്സർവേഷനിലൂടെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളുടെ മെഷർമെൻറ്റിനകത്തൊരു അക്യുറസി, ഒരു കൃത്യത വരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് ഫീൽഡ് സ്റ്റഡിയുടെ മറ്റൊരു പ്രശ്നം. ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ടാണെങ്കിലും അതിൻ്റെ വാല്യൂസ് അതിൻ്റെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, മെഷർമെൻറ്റ് ഒരു പരിധിവരെ എളുപ്പമാണ്. പക്ഷെ ഒബ്സർവേഷനിലൂടെ ലഭ്യമാകുന്ന കാര്യങ്ങൾക്ക് നമ്മളത് എങ്ങനെയാണ് അതിന് വാല്യൂസ് കൊടുക്കുന്നത്, ഏത് വാല്യൂസ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഡേറ്റ അനാലിസിസ് ബുദ്ധിമുട്ടാണ്. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡേറ്റ അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ
അവരുടെ റെസ്പോൺസസിന് അല്ലെങ്കിൽ ഒബ്സർവേഷനിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾക്ക് ചില വാല്യൂസ് നൽകണം. ആ ന്യൂമറിക്കൽ വാല്യൂസാണ് നമ്മൾ സോഫ്റ്റ്വെയറിൽ കൊടുക്കുന്നത്. അതിനെയാണ് അങ്ങനെ മാത്രമേ നമുക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒത്തിരിയും ഡേറ്റയൊക്കെ നമ്മൾ മാനുവലി അല്ല നമ്മൾ അനലൈസ് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിൽ ഒബ്സർവേഷനിലൂടെ കളക്ട് ചെയ്യുന്ന ഡേറ്റയ്ക്ക് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ്. There are problems of feasibility, cost, sampling and time. ഫീസിബിലിറ്റി, പ്രായോഗികമാണോ ഈ പഠനം എന്നുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. കാരണം ധാരാളം ആൾക്കാരെ പോയി കാണുക, പിന്നെ ആ പ്രോബ്ലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക. അപ്പോൾ ഇതെല്ലാം പ്രായോഗികമാണോ, പിന്നെ ഒബ്സർവ് ചെയ്യണം, ഇതെല്ലാം പ്രായോഗികമാണോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അടുത്തത് കോസ്റ്റ്. ചിലവേറിയ ഒരു റിസർച്ച് മെത്തേഡാണ് ഫീൽഡ് സ്റ്റഡി. ദെൻ സാമ്പിളിംഗ്. ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലെ എല്ലാ വിഭാഗം അല്ലെങ്കിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാകും. അവരെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന സാമ്പിൾ ഉണ്ടാവണം. സാമ്പിൾ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ. ഒരു പോപ്പുലേഷനെ മുഴുവൻ ചോദ്യം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് അതിൽ നിന്നും കുറച്ച് പേരെ, ആൾക്കാരാണെങ്കിൽ കുറച്ച് ആൾക്കാർ, സ്ഥാപനങ്ങളാണെങ്കിൽ കുറച്ച് സ്ഥാപനങ്ങൾ, ഇതൊക്കെ തിരഞ്ഞെടുത്ത് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അതിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സാമ്പിൾ തിരഞ്ഞെടുക്കുന്നത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പഠനത്തിനകത്ത് അക്യുറസി വരില്ല. ദെൻ ടൈം. വളരെയധികം സമയം എടുക്കുന്ന ഒന്നാണ് ഫീൽഡ് സ്റ്റഡി. അടുത്തതായി സർവേയും ഫീൽഡ് സ്റ്റഡിയും തമ്മിലുള്ള ഡിഫറൻസ്, അത് അടുത്ത വീഡിയോയിലൂടെ പഠിക്കാം.